ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അൺബാലൻസ്ഡ് ഗ്രോത്ത് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ബാലൻസ്ഡ് ഗ്രോത്ത് ആണ്. ബാലൻസ്ഡ് ഗ്രോത്തിനെ പറ്റി റോഡൻ പറഞ്ഞിട്ടുള്ളതും നക്സെ പറഞ്ഞിട്ടുള്ളതുമാണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഇത് അൺബാലൻസ്ഡ് ഗ്രോത്ത് ആണ്. അൺബാലൻസ്ഡ് ഗ്രോത്തും ബാലൻസ്ഡ് ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാലൻസ്ഡ് ഗ്രോത്തിൽ കേട്ട ടേംസ് തന്നെ നിങ്ങൾ ഇവിടെയും കേൾക്കും. ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ അത് തമ്മിലുള്ളൂ. അപ്പൊ ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡ് ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ്. ബാലൻസ്ഡ് ഗ്രോത്തില് ഇൻവെസ്റ്റ്മെന്റ് സൈമൾട്ടേനിയസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൈമൾട്ടേനിയസ്? അതായത് എല്ലായിടത്തേക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്താ പറഞ്ഞിരിക്കുന്നത്. റോഡൻ ആയാലും നക്സെ ആയാലും പറഞ്ഞിട്ടുള്ളത് ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം നടത്തുക. അപ്പം എന്ത് നടക്കും? ഡെവലപ്മെന്റ് നടന്നോളും. ഹൈ ഇൻവെസ്റ്റ്മെന്റ് നടത്താത്തത് കൊണ്ടാണ് ഡെവലപ്മെന്റ് നടക്കാതെ പോകുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ അൺബാലൻസ്ഡ് ഗ്രോത്തിൽ വരുമ്പം അദ്ദേഹം പറയുന്നത് ആരാണെന്നുള്ളത് പറയും. അപ്പൊ അൺബാലൻസ്ഡ് ഗ്രോത്തിലുള്ള പ്രൊപ്പൗണ്ടേഴ്സ് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടൈമില് ഒരു സെക്ടറിൽ നടത്തുക. ആ ഒരു സെക്ടർ ഗ്രോ ചെയ്യുമ്പം മറ്റ് സെക്ടേഴ്സിൽ അത് ബാധിച്ചോളും. അല്ലാണ്ട് എല്ലാ സെക്ടേഴ്സും നമ്മൾ ബാലൻസ്ഡ് ഗ്രോത്തിൽ എങ്ങനെ പഠിച്ച ഒരുപാട് ഇൻഡസ്ട്രീസ് കൊണ്ടുവന്ന് ആ ഇൻഡസ്ട്രീസ് എല്ലാം ഡെവലപ്മെന്റ് വന്നോളും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അവിടെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. പക്ഷെ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ ഒരു സെക്ടറിനെ ഫോക്കസ് ചെയ്യുക, ആ സെക്ടറിൽ ഡെവലപ്മെന്റ് ആദ്യം കൊണ്ടുവരിക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അൺബാലൻസ്ഡ് ഗ്രോത്ത്. ഓക്കെ, അപ്പം അൺബാലൻസ്ഡ് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡൺ ഇൻ വൺ സെക്ടർ അറ്റ് എ ടൈം. ഒരു ടൈമില് ഒരു സമയത്ത് ഒരു സെക്ടറിനെ ഫോക്കസ് ചെയ്യുക. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, മറ്റിടത്ത് എല്ലായിടത്തും ഒരുപോലെ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അൺബാലൻസ്ഡ് ഗ്രോത്ത് പറയുന്നത് ഒരു ടൈമില് ഒരു സമയത്ത് ഒരു സെക്ടർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ മറ്റ് സെക്ടേഴ്സിനെ അത് ബാധിക്കുമായിരിക്കും. അപ്പൊ ഒരു സെക്ടറിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ഓക്കെ, ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്. പെട്ടെന്ന് നടക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ല. ഒരു ഹൈ അലോക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ എന്തായാലും ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്. അൺബാലൻസ്ഡ് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ സെക്ടറിനെയാണ് ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടേം സ്ട്രാറ്റജിയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അൺബാലൻസ്ഡ് സ്ട്രാറ്റജി. അതായത് അവര് ഒരു സെക്ടറിനെ മാത്രമേ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇനിയും തേർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് ബാലൻസ്ഡ് ഗ്രോത്തിൽ കൂടുതലാണ്. കാരണം ക്യാപിറ്റൽ എന്താ? നമുക്ക് പ്രൊഡക്ഷന് വേണ്ട എന്താണോ അതാണ് ക്യാപിറ്റൽ അല്ലെ, മൂലധനം എന്ന് നമ്മൾ പറയും. അപ്പം ബാലൻസ്ഡ് ഗ്രോത്തിൽ ഇത് കൂടുതൽ വേണം. കാരണം എന്തുകൊണ്ട്? ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത്, അതുകൊണ്ട് ക്യാപിറ്റൽ കൂടുതൽ വേണം. പക്ഷെ അൺബാലൻസ്ഡ് ഗ്രോത്തില് ക്യാപിറ്റൽ കുറച്ച് മതി. കാരണം ഒരു സെക്ടറിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സമയത്ത് ഒരു സെക്ടറിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡ് ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? ബാലൻസ്ഡ് ഗ്രോത്തും അൺബാലൻസ്ഡും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻ ആയിട്ടുള്ള എന്താണ്? ബാലൻസ്ഡ് ഗ്രോത്ത് നോക്കുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആ ഒരു വിഷ്യസ് സർക്കിളിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ഒരുപോലെ ഡെവലപ്മെന്റ് നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നാണ്. അൺബാലൻസ്ഡ് ഗ്രോത്ത് പറയുന്നത് ഒരൊറ്റ സെക്ടറെ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യാവൂ, ആ ഒരൊറ്റ സെക്ടറിൽ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് അൺബാലൻസ്ഡ് ഗ്രോത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഈ അൺബാലൻസ്ഡ് ഗ്രോത്തിന്റെ ലീഡർ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് ആരിലേക്കാണ്? ഹിർഷ്മാൻ എന്ന ആളിലേക്കാണ്. A.O. ഹിർഷ്മാൻ. ഹിർഷ്മാൻ പ്രൊപ്പോസ്ഡ് ദ തിയറി ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്ത്. അൺബാലൻസ്ഡ് ഗ്രോത്ത് എന്ന തിയറി ഈ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഹിർഷ്മാൻ ആണ്. മറ്റ് പ്രൊപ്പോണൻസ് ആരൊക്കെയാണ്? അൺബാലൻസ്ഡ് ഗ്രോത്തിന് മറ്റ് പ്രൊപ്പോണൻസ് ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഹാൻസിംഗർ, പോൾ സ്ട്രീറ്റിൻ ആൻഡ് മാർക്കസ് ഫ്ലെമിംഗ്, റോസ്റ്റോ എക്സെട്ര. ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ആരൊക്കെയാണ്? ഹാൻസിംഗർ, പോൾ സ്ട്രീറ്റിൻ ആൻഡ് മാർക്കസ് ഫ്ലെമിംഗ്, ഓക്കെ, റോസ്റ്റോ, ഇവരൊക്കെ അൺബാലൻസ്ഡ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ബാലൻസ്ഡ് ഗ്രോത്തിൽ റോസൻസ്റ്റീനും റോഡനും പഠിച്ച പോലെ ഇവിടെയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവര്. നമുക്ക് പക്ഷെ പഠിക്കാൻ അൺബാലൻസ്ഡ് ഗ്രോത്ത് എന്നേ ഉള്ളൂ സിലബസിൽ. അപ്പൊ നമുക്ക് ഹിർഷ്മാന്റെ തിയറി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഹിർഷ്മാൻ ആണ് അൺബാലൻസ്ഡ് ഗ്രോത്തിന്റെ തിയറി പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ആൾ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ബാക്കിയുള്ള ആൾക്കാർ. ഓക്കെ, അപ്പം
അൺബാലൻസ്ഡ് ഗ്രോത്തിൽ എന്താ സംഭവിക്കുന്നത്? ഹിർഷ്മാൻ സേസ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ സെലക്റ്റീവ് സെക്ടേഴ്സ് റാദർ ദാൻ സൈമൾട്ടേനിയസ്. സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ ഡെവലപ്മെന്റ് നടത്താതെ, ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് നടത്താതെ നമ്മൾ സെലക്റ്റീവ് സെക്ടേഴ്സിൽ ആദ്യം ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അല്ലെ, സെലക്റ്റീവ് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ഹിർഷ്മാൻ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നടത്തണം? സെലക്റ്റീവ് സെക്ടേഴ്സിൽ നടത്തണം, റാദർ ദാൻ സൈമൾട്ടേനിയസ് ആയിട്ട് നടത്തുന്നതിന് പകരം ഇൻവെസ്റ്റ്മെന്റ് സെലക്റ്റീവ് സെക്ടേഴ്സിൽ നടത്തണം എന്നാണ് ഹിർഷ്മാൻ പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെലക്ടഡ് ഇൻഡസ്ട്രീസ് ഓൺലി, സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രീസിൽ നടത്തുക. അതാകുമ്പോൾ ഒരു സെക്ടറിന് നമുക്ക് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ മറ്റ് സെക്ടേഴ്സിൽ അത് വന്നോളൂ ആ ഗ്രോത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. അല്ലാതെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആദ്യമേ കൊണ്ടുവന്ന് എല്ലാ സെക്ടറിലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതാണ് മെയിൻ കോൺസെപ്റ്റ്. ഓക്കെ, ഹിർഷ്മാന്റെ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ ഡിസിക്വിലിബ്രിയ എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നത്, ഡിസിക്വിലിബ്രിയ, അതായത് ഡിസിക്വിലിബ്രിയ എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. സസ്റ്റെയിൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിലേക്ക് വരുമ്പോ എന്താണ്, ആ ഒരു സിറ്റുവേഷൻ നെസസറി ആണ്. ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്താണ്, ആ ഇക്വിലിബ്രിയം എന്ന കണ്ടീഷനിൽ എപ്പോഴും ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞ ഇക്കോണമിയെ ബാലൻസ്ഡ് ഗ്രോത്തിലോട്ട് കൊണ്ടുവരണമെന്നാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും നടക്കണമെന്നില്ല. ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോബ്ലം അല്ല, അത് എക്കണോമിക് ഡെവലപ്മെന്റിൽ വരുന്ന ഒരു നെസസറി അത്യാവശ്യമായ ഒരു കണ്ടീഷൻ തന്നെയാണ് ഡിസിക്വിലിബ്രിയം. അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് ഹിർഷ്മാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി വെച്ച് നോക്കുമ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ എന്താ പറഞ്ഞേ, ഹൈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നമുക്ക് അണ്ടർ ഡെവലപ്ഡ് കൺട്രിയെ ബാലൻസ്ഡ് ഗ്രോത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഹിർഷ്മാൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു നെസസറി കണ്ടീഷൻ നമുക്ക് ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത് എക്കോണമിയിൽ ഉള്ളതാണ്, അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം അല്ല. ഓക്കെ, അപ്പം ഹിർഷ്മാൻ പറയുന്നത് ബാലൻസ്ഡ് ഗ്രോത്ത് വാസ് നോട്ട് എ പ്രോസസ് ടു അച്ചീവ് ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ് അല്ല ബാലൻസ്ഡ് ഗ്രോത്ത് എന്നാണ് ഹിർഷ്മാൻ പറയുന്നത്. ഓക്കെ, ഡെവലപ്മെന്റിലേക്ക് പോകുന്നതില് ബാലൻസ്ഡ് ഗ്രോത്ത് അല്ല കറക്റ്റ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഡിസിക്വിലിബ്രിയം എന്ന സിറ്റുവേഷൻ എന്തായാലും എക്കോണമിയിൽ ഉണ്ടാവും, അത് അവോയ്ഡ് ചെയ്യേണ്ട, ഒഴിവാക്കേണ്ട ഒരു പ്രോബ്ലം അല്ല എന്നുള്ളതാണ് ഹിർഷ്മാന്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ടു ടൈപ്പ് ഓഫ് സീരീസിനെ പറ്റി പറയുന്നുണ്ട്. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ രണ്ട് ടൈപ്പ് ഓഫ് സീരീസ്. അത് എന്ത് ടൈപ്പാണ്? രണ്ട് ടൈപ്പ് സീരീസ്, കൺവേർജന്റ് സീരീസും ഡൈവേർജന്റ് സീരീസും. ഓക്കെ, കൺവേർജന്റ് സീരീസും ഡൈവേർജന്റ് സീരീസും. അപ്പം ഹിർഷ്മാന്റെ തിയറി ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്തില് കൺവേർജന്റ് സീരീസ്, ഡൈവേർജന്റ് സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. ഇതെന്തിനെ പറ്റി പറയുന്നേ? ഹൗ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വൺ സെക്ടർ ക്യാൻ അഫക്ട് ഗ്രോത്ത് ഇൻ അതർ സെക്ടർ. ഒരു സെക്ടറിൽ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് മറ്റ് സെക്ടേഴ്സിന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കൺവേർജന്റ് ഡൈവേർജന്റ് സീരീസ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഹിർഷ്മാൻ ആണ്. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിലാണ് കൺവേർജന്റ് ഡൈവേർജന്റ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, ഒരു സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് മറ്റ് സെക്ടറിനെ അഫക്ട് ചെയ്യുന്നത്, ഇത് ആണ് ഈ തിയറി മൊത്തത്തിൽ പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ്? ഹൗ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വൺ സെക്ടർ ക്യാൻ അഫക്ട് ഗ്രോത്ത് ഇൻ അതർ സെക്ടർ. ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അത് മറ്റ് സെക്ടേഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും, മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ ഒരു വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, ഹൈ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ബാക്കി സെക്ടേഴ്സിൽ ഡെവലപ്മെന്റ് നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കൺവേർജന്റ് സീരീസ് എന്താ, ഡൈവേർജന്റ് സീരീസ് എന്താ നോക്കാം. കൺവേർജന്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സിന്, പ്രൈവറ്റ് ബിസിനസ്മെൻസിന് ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് കൺവേർജന്റ് സീരീസ്. അതായത് ഒരു പർട്ടിക്കുലർ സെക്ടറിനകത്ത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരിതാണ് കൺവേർജന്റ് സീരീസ് എന്ന് പറഞ്ഞാൽ. പ്രൈമർലി ബെനിഫിറ്റ് private entrepreneurs and tend to concentrate benefit within a particular sector. അപ്പൊ ആ ഒരു സെക്ടേഴ്സിൽ തന്നെ ചുരുങ്ങി പോകുന്ന ഒരു സീരീസ് ആണ് എക്കോണമിയിൽ ഉള്ളത്. അത് കൺവേർജന്റ് സീരീസ് എന്ന് ആര് വിളിച്ചു? ഹിർഷ്മാൻ വിളിച്ചു. രണ്ട് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിയിൽ നടക്കുന്നുണ്ട്.
ഒന്ന് കൺവേർജന്റും ഒന്ന് ഡൈവേർജന്റുമാണ്. ഈ കൺവേർജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഓൺടർപ്രിനേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് കൺവേർജന്റ് സീരീസ് എന്നാണ് ഹെർഷ്മാൻ പറയുന്നത്. അതായത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒന്നും സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതായത് പ്രൈവറ്റ് ഓൺടർപ്രിനേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് കൺവേർജന്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് they may not create as many new opportunities or benefits for society as a whole. സൊസൈറ്റിക്ക് മൊത്തത്തിൽ ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് പ്രൈവറ്റ് ഓൺടർപ്രിനേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കൺവേർജന്റ് സീരീസ് എന്ന് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത് സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ബെനിഫിറ്റ് ആണോ കിട്ടുന്നത്? അല്ല, കൺവേർജന്റ് സീരീസ് അല്ല, സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവില് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അത് പ്രൈവറ്റ് ഓൺടർപ്രിനേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കൺവേർജന്റ് സീരീസ് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അദ്ദേഹം ഡൈവേർജന്റ് സീരീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് നോട്ട് ഓൺലി ദ ഡയറക്റ്റ് ഇൻവെസ്റ്റർക്ക് മാത്രമല്ല ബട്ട് ഓൾസോ ദ വൈഡർ എക്കോണമിക്ക് മൊത്തത്തില് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് ഡൈവേർജന്റ് സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഡൈവേർജന്റ് സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്? Okay, these investment create significant new opportunities and linkages that benefit not only the direct investor ക്ക് മാത്രമല്ല but also the wider economy ക്ക് മുഴുവനായിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതാണ് ഡൈവേർജന്റ് സീരീസ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ ആണ്. അതായത് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ആ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ എന്താണ്? നമുക്ക് പബ്ലിക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു പബ്ലിക് യൂട്ടിലിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് പബ്ലിക് തരുന്ന ഇതാണ്, ബെനിഫിറ്റ് ആണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. അതായത് എന്തൊക്കെയാണ് അതിൽ വരുന്നത്? റോഡ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ ആണ് അല്ലെ? പവർ, ഇതെല്ലാം സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ ആണ്. അപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് മറ്റ് സെക്ടേഴ്സിനെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അവരറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡൈവേർജന്റ് സീരീസ് ആണ് സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂല് ബെനിഫിറ്റ്, ഇത് മൊത്തത്തില് ബെനിഫിറ്റ് തരുന്നതാണ്. ഡൈവേർജന്റ് സീരീസ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലിനെയാണ്. അതെന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ വരുമ്പം ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷനും ഒക്കെ ഡെവലപ്പ് ആകുമ്പം ഇത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെയും മറ്റ് സെക്ടേഴ്സിനെയും എന്താണ് നല്ല രീതിയിൽ ബാധിക്കും. അപ്പം ഇതാണ് സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂല് ബെനിഫിറ്റ് കിട്ടുന്നത് ഡൈവേർജന്റ് സീരീസിനാണ്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് സീരീസ്, കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ്. അദ്ദേഹം പറയുന്നത് ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് എക്കോണമിയിൽ നടക്കുന്നത്. ഒന്ന് കൺവേർജന്റ്, അത് പ്രൈവറ്റ് ഓൺടർപ്രിനേഴ്സിന് മാത്രമാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ആ പർട്ടിക്കുലർ സെക്ടറിൽ മാത്രം ഒതുങ്ങി പോകുന്നു, മറ്റ് സെക്ടേഴ്സിനെ ഇത് ബാധിക്കുന്നില്ല. ഓക്കെ, അത് സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് റോങ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡൈവേർജന്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഒരിടത്ത് ഡെവലപ്മെന്റ് വന്നാൽ, സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലിന്റെ ഡെവലപ്മെന്റ് വന്നാൽ മറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ഇത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഡൈവേർജന്റ് സീരീസ് ആണ് ബെറ്റർ എന്ന് ആര് പറയുന്നു? ഹിർഷ്മാൻ പറയുന്നു. ഓക്കെ, അപ്പം ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് സീരീസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എക്കോണമിയിൽ നിലവിലുള്ള രണ്ട് സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പം ഈ രണ്ട് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം, ഹിർഷ്മാൻ ആണ്. ഏത് തിയറി ആണെന്ന് ചോദിക്കാം, തിയറി ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്ത് ആണ്. അതുപോലെ ഈ രണ്ട് തിയറി, ഈ സീരീസിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് സോഷ്യലി ബെനിഫിറ്റ് എന്ന് ചോദിക്കാം, ഡൈവേർജന്റ് സീരീസ്. അപ്പൊ ഇപ്പൊ തന്നെ 3 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് തന്നെ കിട്ടി അല്ലെ? അപ്പം ഏത് സീരീസ് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കാം. ഇപ്പം കുറെ എന്തെങ്കിലും വേറെ സീരീസ് ഒക്കെ ഓപ്ഷൻ തന്നിട്ട് ഏത് സീരീസ് ഒക്കെയാണ് ഹിർഷ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കാം. കൺവേർജന്റ്, ഡൈവേർജന്റ്, ഓപ്ഷൻ മാർക്ക് പോലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിക്കാം, ഹിർഷ്മാൻ ആണ്. ഏത് തിയറിയിലാണെന്ന് ചോദിക്കാം, തിയറി ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്തിലാണ്. ഈ രണ്ട് സീരീസ് ഓഫ് ഏതിനാണ് സോഷ്യലി ബെനിഫിറ്റ് കിട്ടുന്നത് എന്ന് ഹിർഷ്മാൻ പറയുന്നതെന്ന് ചോദിക്കാം, ഡൈവേർജന്റ് സീരീസിനാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം നോട്ട് ചെയ്യാം. ഇനി പാത്ത് ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ പാത്ത് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അദ്ദേഹവും സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലിനെയാണ്. ഓക്കെ, അദ്ദേഹം രണ്ട് കാര്യം പറയുന്നുണ്ട്, സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലും ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സും. ഹിർഷ്മാൻ അൺബാലൻസ്ഡ് ഗ്രോത്ത് മോഡലില് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലും ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സിനെ പറ്റിയും പറയുന്നു. ഇത് രണ്ടുമാണ് ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന പാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന രണ്ട് പാത്ത് ഏതൊക്കെയാണ്? സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലും ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സും. ഓക്കെ, ഈ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ എന്താണെന്നറിയാം, നമ്മൾ പബ്ലിക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒന്നാണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. റോഡ്, ഇറിഗേഷൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. നമ്മൾ ബാലൻസ്ഡ് ഗ്രോത്തിൽ പറഞ്ഞു. അപ്പം ബാലൻസ്ഡ് ഗ്രോത്തിൽ എന്താ പറഞ്ഞേ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ നടത്തുക, അതുപോലെ എല്ലാ സെക്ടേഴ്സിലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അപ്പൊ ഡെവലപ്മെന്റ് വരുന്ന അത്. അപ്പം അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ പറയുന്നത് ഹിർഷ്മാൻ, ശരിക്കും ഗ്രോത്ത് നമ്മൾ എവിടെ കൊടുത്താൽ മതി? സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലിൽ കൊടുത്താൽ മതി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഡിഫറൻസ്. രണ്ടിടത്തും സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ പറയുന്നുണ്ടല്ലോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. അവിടെ പറയുന്നത് എല്ലാ സെക്ടേഴ്സും ഡെവലപ്പ് ആവും, എല്ലാ സെക്ടേഴ്സും ഡെവലപ്മെന്റ് ആവണം. നമ്മൾ ഒരു ഷൂ ഫാക്ടറിയുടെ എക്സാമ്പിൾ വെച്ച് പഠിച്ചു അല്ലെ, എല്ലാ സെക്ടേഴ്സും. അവിടെ തന്നെ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിൽ കുറെ ഇൻഡസ്ട്രീസ് വരുത്തണം. കുറെ ഇൻഡസ്ട്രീസ് വരുത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ഡെവലപ്മെന്റ് സംഭവിക്കും എന്ന കോൺസെപ്റ്റ് ആണ് പഠിച്ചത്. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ ആദ്യം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അത് ഡെവലപ്പ് ആവുമ്പോൾ തന്നെ ബാക്കിയുള്ള സെക്ടേഴ്സ് ഡെവലപ്പ് ആയിക്കോളും എന്നുള്ളതാണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റലില് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്, ഹിർഷ്മാൻ. ഓക്കെ, അപ്പം സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന റോഡ്, ഇറിഗേഷൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. ഇനി ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കൺസംഷന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന, അതായത് അഗ്രികൾച്ചറൽ സെക്ടർ, മൈനിങ് സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടർ, ഇതെല്ലാം ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് ആണ്. എന്താണ്? നമ്മൾ ഫർദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ആണ്. അതിനെ നമ്മൾ ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് എന്ന് വിളിക്കും. ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ കൺസ്യൂംഡ് ഓർ യൂസ്ഡ് ഇൻ ഫർദർ പ്രൊഡക്ഷൻ. നമ്മൾ കൺസംഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡയറക്ട്ലി പ്രൊഡക്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഡയറക്ട്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ട്. കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ്, അതുപോലെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾസ് ആണ് അഗ്രികൾച്ചറൽ സെക്ടർ. നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരിക്കൽ നിർത്താനുള്ളതാണോ? അല്ല. പക്ഷെ സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഇതൊരു ലോങ് ടൈമിലേക്കുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഗുഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹിർഷ്മാന്റെ പോളിസി. ഓക്കെ, ഹിർഷ്മാൻ പറയുന്നത് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റല് ഡെവലപ്പ് ആവുമ്പോൾ ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് ആയിട്ട് കൂടുതൽ ഡെവലപ്പ് ആയിക്കോളും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് ക്രിയേറ്റ്സ് എക്കണോമിക് ഔട്ട്പുട്ട് ആൻഡ് ജനറേറ്റ്സ് ഇൻകം. അപ്പൊ ഈ ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് ആണ് എക്കണോമിക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യോ? ഇല്ല. അത് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്ന ഒരു സർവീസ് ആണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. നമ്മളെ കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. ഈ ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. ട്രാൻസ്പോർട്ടേഷൻ വരും, ഇറിഗേഷൻ വരും അല്ലെ, അതെല്ലാം ഇതിനകത്ത് വരും സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. അപ്പൊ ഈ ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ വരുമ്പോൾ അതെന്തായി പൊക്കോളും? അത് ക്രിയേറ്റ് ആയിക്കോളും. ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ്, അതായത് അഗ്രികൾച്ചറിലും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും മൈനിങ് ഇൻഡസ്ട്രീസും മറ്റ് സർവീസ് സെക്ടേഴ്സും ഒക്കെ ഡെവലപ്ഡ് ആയിക്കോളും. Okay, investment in directly productive assets is typically undertaken by private entrepreneurs or businessmen. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സിൽ നടത്തുന്നത് പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സും ബിസിനസ്മാനും ഒക്കെയാണ് നടത്തുന്നത്. അല്ലാണ്ട് വേറെ ആരും, പബ്ലിക് എന്നുള്ളത് കുറവായിരിക്കും. അപ്പം സോഷ്യൽ ഓവർ ഹെഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിയിൽ നടന്നുകൊള്ളും എന്നാണ് ആരുടെ കോൺസെപ്റ്റ്? ഹിർഷ്മാന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഹിർഷ്മാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആർക്കാണ്? സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. അപ്പൊ അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ നമ്മൾ റോഡിന്റെ തിയറി ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചു,
എന്താ പറഞ്ഞത്? ഇൻഡിവിസിബിലിറ്റി പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരണം, ഇൻഡിവിസിബിലിറ്റി ഡിമാൻഡിൽ വരണം, ഇൻഡിവിസിബിലിറ്റി ഇൻ സപ്ലൈ ഓഫ് സേവിങ്സിൽ വരണം എന്നൊക്കെ പഠിച്ചു. ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം, അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് നമ്മൾ പഠിച്ചത് അല്ലെ. പക്ഷെ ഹിർഷ്മാൻ പറയുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്താൽ തന്നെ ഡെവലപ്പ് ആയിക്കോളും ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഒരു സെക്ടറിനെ നിങ്ങൾ ഒരു ടൈം ഫോക്കസ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സും ബിസിനസ്മെനും കൂടെ ആണ് ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നടന്നോളൂ, ആദ്യം നിങ്ങൾ എവിടെ ഫോക്കസ് ചെയ്താൽ മതി? സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ് ആര് പറയുന്നത്? ഹിർഷ്മാൻ പറയുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹിർഷ്മാന്റെ തിയറിയിൽ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആദ്യം ഒരു സ്പെസിഫിക് സെക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഡസ്ട്രീസിലും ഡെവലപ്മെന്റ് വരും, ഡിമാൻഡ് വരും, അത് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. Once an initial investment is made in a specific sector, it triggers further investment in related industries to meet increased demand or to support the production process. ആദ്യം ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു സ്പെസിഫിക് സെക്ടേഴ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യവസായങ്ങളിലും നടക്കും, അത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്തുകൊള്ളും. അപ്പൊ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നയിക്കുന്ന രണ്ട് സീരീസ് പറഞ്ഞു, കൺവേർജന്റ് സീരീസും ഡൈവേർജന്റ് സീരീസുമാണ് എക്കോണമിയിൽ പ്രിവേലന്റ് ആയിട്ടുള്ളത്. ഇതിലേക്ക് നയിക്കുന്ന രണ്ട് ലിങ്കേജസ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്, ഹിർഷ്മാൻ മോഡലിലെ ലിങ്കേജ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് മറ്റൊരു സെക്ടറിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ലിങ്കേജ് റെഫേഴ്സ് ടു ഇമ്പാക്ട് വൺ സെക്ടേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഹാസ് ഓൺ അതർ സെക്ടർ. ഒരു സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് മറ്റ് സെക്ടറിനെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻടു ടു ടൈപ്പ്. ആ ലിങ്കേജിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഒരു സെക്ടർ എങ്ങനെയാണ് മറ്റ് സെക്ടറിനെ അഫക്ട് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നത് ലിങ്കേജിൽ കൂടെ. ആ ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ലിങ്കേജും ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്റ്റും. ഓക്കെ, forward linkage and backward linkage. These are the two types of linkages introduced by Hirschman in his theory of unbalanced growth. Okay, അപ്പൊ forward linkage ഉം backward linkage ഉമാണ് രണ്ട് type of linkages. അതായത് ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ മറ്റ് സെക്ടറിനെ ഇമ്പാക്ട് ചെയ്യുന്നു, അതെങ്ങനെ ബെനിഫിറ്റ് ആവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഫോർവേഡ് ലിങ്കേജ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷനെ ഒരിടത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വേറൊരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷനെ അത് ഉപകരിക്കും. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു സെക്ടറിൽ നടത്തി കഴിഞ്ഞാൽ ആ ഒരു സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് മൂലം മറ്റൊരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷൻ പിന്നീട് അത് ഗുണമായിട്ട് ഭവിക്കും. അതാണ് ഫോർവേഡ് ലിങ്കേജ് എഫക്ട്. അതായത് investment which encourages investment in subsequent or later stage of economic production. നമ്മൾ ഇപ്പൊ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പിന്നീടുള്ള ആ ഒരു പ്രൊഡക്ഷൻ, ആ ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷനെ അത് ഉപകരിക്കും, പുതിയൊരു ഇൻഡസ്ട്രി വരും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഓക്കെ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ആ അയൺ ആൻഡ് സ്റ്റീൽ ഡെവലപ്പ് ആവുന്നതോട് കൂടി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻഡസ്ട്രീസ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റീൽ, ഫർണിച്ചർ ഇൻഡസ്ട്രീസ് പോലെയുള്ള. അത് മാത്രമല്ല ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലെ, അതെല്ലാം എന്തായിക്കോളും സബ്സിക്വന്റ് സ്റ്റേജസിൽ ഓരോ സ്റ്റേജസ് വരുന്നതോറും ഡെവലപ്പ് ആവും. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ അതുമായിട്ട് ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ സബ്സിക്വന്റ് സ്റ്റേജസിൽ ഓരോ സ്റ്റേജിലും ഡെവലപ്പ് ആയിക്കോളും അയൺ ആൻഡ് സ്റ്റീൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ. അതാണ് ഫോർവേഡ് ലിങ്കേജ് എഫക്ട്. ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ എൻകറേജ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് കൂടും, എവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കും,
എവിടെയുള്ള ഗ്രോത്ത് നടക്കും? കോൾ ഇൻഡസ്ട്രീസിലെ അല്ലെ കോൾ എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ ആണ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിന് വേണ്ട ഒരു റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുവാണ് കോൾ. അപ്പം ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി എന്തും കൂടും? കോൾ ഇൻഡസ്ട്രി, അതായത് ഏർലി സ്റ്റേജിൽ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോള് വേണം. അപ്പം ഈ അയൺ ആൻഡ് സ്റ്റീലിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് എന്തിനേയും ബാധിച്ചോളും? കോൾ ഇൻഡസ്ട്രിയെയും ബാധിച്ചോളും. കാരണം ഇത് അയൺ ആൻഡ് സ്റ്റീൽ ഡെവലപ്പ് ആവണമെങ്കിൽ എന്ത് വേണം? കോൾ ഇൻഡസ്ട്രി വേണം. അതാണ് ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്ട്. അതായത് ഏർലി സ്റ്റേജില് ഇൻവെസ്റ്റ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്നതാണ് ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് അയൺ ആൻഡ് സ്റ്റീൽ നടത്തുമ്പം നമ്മൾ അറിയാതെ തന്നെ കോൾ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവുന്നുണ്ട്. അതായത് എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ ഡെവലപ്പ് ആവണമെങ്കിൽ ഒരു റോ മെറ്റീരിയൽ ആണ് കോള്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുന്നുണ്ട്. അതുപോലെ ഫോർവേഡ് ലിങ്കേജ് പറയുന്നുണ്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവുമ്പം പിന്നീട് എന്ത് വന്നോളും? വേറെ ഇൻഡസ്ട്രീസ് വന്നോളും. ഏത് ഇൻഡസ്ട്രീസ്? ഈ സ്റ്റീല് ഇങ്ങനെ നമ്മൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ, ആ സ്റ്റീൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ അത് എന്തൊക്കെ മെറ്റീരിയൽസ് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ ആ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ആയിക്കോളും. ഓക്കെ. അതുപോലെ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കോള് അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കൾ വേണം. ആ ഒരു ഇൻഡസ്ട്രി ഈ അയൺ ആൻഡ് സ്റ്റീൽ വരുമ്പം എന്ത് ചെയ്യും? ഡെവലപ്പ് ആവും. ഇതാണ് എക്കോണമിയിൽ സംഭവിക്കുന്നത് എന്നാണ് ഹിർഷ്മാൻ പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയോ? നമ്മൾ ബാലൻസ്ഡ് ഗ്രോത്ത് പഠിക്കുന്നത് എല്ലാ സെക്ടേഴ്സിലും ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, കുറെ സെക്ടേഴ്സ് ഒരുമിച്ച് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അതുവഴി ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, അവരെല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ അൺബാലൻസ്ഡ് ഗ്രോത്തിൽ പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഇവിടെ പറയുന്നത് എന്താണ്? ഫോർവേഡ് ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്ട്. ഒരിടത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ മറ്റ് സെക്ടേഴ്സിനെ അത് ഇമ്പാക്ട് ചെയ്യും. ഇപ്പം ഫോർവേഡ് ലിങ്കേജ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പം അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അയൺ ആൻഡ് സ്റ്റീൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് എല്ലാം എന്ത് ചെയ്യും? കാലക്രമേണ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഫോർവേഡ് ലിങ്കേജ് എഫക്ട്. ഓക്കെ, ലേറ്റർ സ്റ്റേജസ് ഓഫ് എക്കണോമിക് പ്രൊഡക്ഷനെ അത് ഉപകരിക്കും. ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏർലി സ്റ്റേജിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഉണ്ട് അല്ലെ, ആ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആയിക്കോളും ഏർലി സ്റ്റേജിൽ. അതാണ് ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്ട്. ഓക്കെ. അതുപോലെ കൺവേർജന്റ് ഡൈവേർജന്റ് സീരീസിനെ പറ്റി പറയുന്നത് അങ്ങനെ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉള്ളത്. ഒന്നില് പ്രൈവറ്റ് ഓൺടർപ്രണേഴ്സിനാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, മറ്റൊന്നിൽ എന്താണ്? ഡൈവേർജന്റ് സീരീസിലെ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലതാണ്. അവിടെയാണ് സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ നല്ലതാണ് എന്ന് പറഞ്ഞത്. അതിലെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നാൽ തന്നെ എന്ത് നടക്കും? ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ് ഡെവലപ്പ് ചെയ്തോളും. അതായത് അഗ്രികൾച്ചറൽ സെക്ടർ, മൈനിങ് സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തോളും എന്നാണ് ഹിർഷ്മാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു ചെറിയ തിയറിയാണ്. നമ്മൾ ഒട്ടും കൺഫ്യൂസിംഗ് ആയിട്ട് വിചാരിക്കേണ്ട ഒരു ചെറിയ തിയറിയാണ്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി പഠിച്ച പോലെ തന്നെ അതിൽ നിന്ന് ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ അൺബാലൻസ്ഡ് ഗ്രോത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ നമ്മൾ ആദ്യം പഠിച്ച എന്താണ്? ഒരു സെക്ടറിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സൈമൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ നമ്മൾ ഒരൊറ്റ സെക്ടറിനെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉള്ളത്, കൺവേർജന്റ് സീരീസും ഡൈവേർജന്റ് സീരീസും. ഇതിൽ കൺവേർജന്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ്മെന്നിനാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അത് ഒരിക്കലും സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലതല്ല. ഡൈവേർജന്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ഒക്കെ ക്രിയേറ്റ് ആവുന്നതാണ്. അതാണ് സോഷ്യലി ബെനിഫിറ്റ് ചെയ്യുന്ന സീരീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഹിർഷ്മാൻ പറയുന്നത്. അതുപോലെ അദ്ദേഹം സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. ബാലൻസ് ഗ്രോത്ത് തിയറി പറയുന്ന പോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം മറ്റ് ഇൻഡസ്ട്രീസും ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം പറയുന്നില്ല. അത് ക്രിയേറ്റ് ആവുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചോളും? ഡയറക്ട്ലി പ്രൊഡക്റ്റീവ് അസറ്റ്സ്, അതായത് പ്രൊഡക്ഷനും കൺസപ്ഷനും നടത്തുന്ന ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആയിക്കോളും. ഓക്കെ, അപ്പൊ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിനെയാണ്. നാലാമത് നമ്മൾ എന്താ പഠിച്ചത്? രണ്ട് ലിങ്കേജ് എഫക്റ്റുകൾ ഉണ്ട്. ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ടറിലുള്ള ഇമ്പാക്ട് മറ്റൊരു സെക്ടറിനെ എന്ത് ചെയ്തോളും? ബെനിഫിറ്റ് ചെയ്തോളും. അതായത് രണ്ടും ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഇൻഡസ്ട്രീസിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതായത് നമ്മൾ എന്താ പറഞ്ഞത്? ഫോർവേഡ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു സെക്ടറിൽ നടത്തി കഴിഞ്ഞാൽ
അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് സെക്ടേഴ്സ് ഇങ്ങനെ കാലക്രമേണ എക്കണോമിക് പ്രൊഡക്ഷൻ നടത്തും. ഓക്കെ, അതായത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമ്പോൾ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇങ്ങനെ മേക്ക് ചെയ്ത് ഇടുകയല്ലോ, അത് വെച്ചുള്ള പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കും അല്ലെ. അതുമായിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസും അതിന്റെ കൂടെ തന്നെ ഡെവലപ്പ് ആയിക്കോളും എന്നുള്ളതാണ് പറയുന്നത്. ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ അയൺ ആൻഡ് സ്റ്റീൽ ആദ്യം ഉണ്ടാക്കണമെങ്കിൽ വേണ്ട റോ മെറ്റീരിയൽ ഉണ്ടല്ലോ. അപ്പൊ ഈ അയൺ ആൻഡ് സ്റ്റീലിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു റോ മെറ്റീരിയൽസ് അല്ലെ, അത് ഉൽപ്പാദിപ്പിക്കാൻ ആദ്യം വേണ്ട ഏർലി സ്റ്റേജിൽ വേണ്ട സാധനങ്ങളുടെ ഇൻഡസ്ട്രീസും ഡെവലപ്പ് ആയിക്കോളും. അല്ലാണ്ട് അതിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണ്ട എന്നാണ് ഹിർഷ്മാന്റെ കൺസെപ്റ്റ്. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. According to Hirschman's unbalanced growth theory, which of the following is not a key element of a successful development strategy? ഹിർഷ്മാന്റെ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിലെ ഏത് കീ എലമെന്റ് ആണ് അല്ലാത്തത്? സക്സസ്ഫുൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി അദ്ദേഹം പറയാത്ത കീ എലമെന്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, ഫോക്കസിംഗ് ഓൺ ഇൻഡസ്ട്രീസ് വിത്ത് സ്ട്രോങ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ്. ഓപ്ഷൻ ബി, prioritizing investment in social overhead capital. Option C, seeking to a balance and harmonious growth across all sectors. Option D, creating a chain of disequilibria to drive further development. ഓക്കെ, അപ്പം ഇതിലെ കീ എലമെന്റ് അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ്? ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? നമ്മൾ ഫോർവേഡ് ബാക്ക്വേർഡ് ലിങ്കേജ് എഫക്റ്റ് ഉള്ള ഇൻഡസ്ട്രീസിൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെയാണല്ലോ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്, പ്രയോറിറ്റൈസിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ പ്രയോറിറ്റൈസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ആദ്യം ഇൻവെസ്റ്റ്മെന്റ് എവിടെ നടത്തുക? സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ നടത്തുക. അത് തന്നെയാണല്ലോ പറയുന്നത്. മൂന്നാമത്, സീക്കിംഗ് ടു അച്ചീവ് എ ബാലൻസ്ഡ് ആൻഡ് ഹാർമോണിയസ് ഗ്രോത്ത് അക്രോസ് ഓൾ സെക്ടേഴ്സ്. എല്ലാ സെക്ടേഴ്സിലും ബാലൻസ്ഡ് ഹാർമോണിയസ് ഗ്രോത്ത് കൊണ്ടുവരിക. അതാണോ പറയുന്നത്? അതല്ല പറയുന്നത്. അപ്പൊ അതാണ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ, ക്രിയേറ്റിംഗ് എ ചെയിൻ ഓഫ് ഡിസിക്ലിബ്രിയ ടു ഡ്രൈവ് ഫർദർ ഡെവലപ്മെന്റ്. അദ്ദേഹം പറയുന്നുണ്ട് ഡിസിക്ലിബ്രിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ നിന്നോളും, കാരണം എക്കണോമിക് ഡെവലപ്മെന്റിന് അത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഇതാണ്. അതൊരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട, ഒഴിവാക്കേണ്ട ഒരു പ്രശ്നമല്ല ഡിസിക്ലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ സി, നോട്ട് എ കീ എലമെന്റ് അല്ലാത്ത ബാലൻസ്ഡ് ഹാർമോണിയസ് ഗ്രോത്തിനെ പറ്റി അല്ല അദ്ദേഹം പറയുന്നത്. ഓക്കെ, who advocated the unbalanced growth theory? റോസൻസ്റ്റീൻ റോഡൻ ആണോ? അല്ല. റോസൻസ്റ്റീൻ റോഡൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബിഗ് പുഷ് തിയറി ആണ് അദ്ദേഹത്തിന്റെ. ഹിർഷ്മാൻ ആണ് അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുടെ പ്രൊപ്പൗണ്ടർ. ഗുന്നർ മിർഡാൽ നമുക്ക് പഠിക്കാനില്ലാത്ത എക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സർക്കുലർ കോൺസ്റ്റലേഷൻ ഓഫ് ഫോഴ്സ് ആണ്. സർക്കുലർ കോൺസ്റ്റലേഷൻ ഓഫ് ഫോഴ്സ് അല്ല, സർക്കുലർ മോഡൽ ആണ് അദ്ദേഹത്തിന്റെ മോഡൽ, ഗുന്നർ മിർഡാലിന്റെ. പക്ഷെ നമുക്കത് പഠിക്കാനില്ല. നക്സയാണ് വിഷസ് സർക്കിൾ ഓഫ് പോവർട്ടി. അതിലാണ് നമ്മൾ സർക്കുലർ കോൺസ്റ്റലേഷൻ ഓഫ് ഫോഴ്സസിനെ പറ്റി പഠിക്കുന്നത്. അപ്പം ഇവിടെ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ പറയുന്നത് ആരാണ് പറയുന്നത്? ഹിർഷ്മാൻ ആണ് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് വിച്ച് എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിക്വന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഓപ്ഷൻ എ, ബാക്ക്വേർഡ് ലിങ്കേജ്. ഓപ്ഷൻ ബി, സൈഡ്വേ ലിങ്കേജ്. ഓപ്ഷൻ സി, ഫോർവേഡ് ലിങ്കേജ്. ഓപ്ഷൻ ഡി, സബ്സിക്വന്റ് ലിങ്കേജ്. ഏത് ലിങ്കേജിലാണ് സബ്സിക്വന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്തോളും, നമ്മൾ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ എന്നുള്ളത് പറയുന്നത് എവിടെയാണ്? ഫോർവേഡ് ലിങ്കേജിലാണ് സബ്സിക്വന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നോളൂ എന്ന് പറഞ്ഞത്. ബാക്ക്വേർഡ് ലിങ്കേജിൽ എന്താ പറഞ്ഞത്? ഇപ്പം ഏർലി സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ നടന്നെങ്കിൽ എന്ത് വന്നേനെ? ബാക്ക്വേർഡ് ലിങ്കേജ് വന്നേനെ. ഏർലി സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഏത് വരും? ബാക്ക്വേർഡ് ലിങ്കേജ് വന്നേനെ. സബ്സിക്വന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഫോർവേഡ് ലിങ്കേജ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഹിർഷ്മാൻ വിച്ച് സീരീസ് ഇസ് മോർ ബെനിഫിഷ്യൽ ഇൻ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ? സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂല് ഏതാണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് ഹിർഷ്മാൻ പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, കൺവേർജന്റ് സീരീസ്. ഓപ്ഷൻ ബി, ഡൈവേർജന്റ് സീരീസ്. ഓപ്ഷൻ സി, ഇൻഡിവിസിബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ. ഓപ്ഷൻ ഡി, ഇൻഡിവിസിബിലിറ്റി ഇൻ സപ്ലൈ. ഏതാണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഡൈവേർജന്റ് സീരീസ് ആണ് കൂടുതൽ ബെനിഫിറ്റ്. കൺവേർജന്റ് സീരീസിൽ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സിനാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നാണ് ഹിർഷ്മാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ഒരു ചെറിയ തിയറിയാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
Okay, thank you.